അമിത രക്തസ്രാവം, ആർത്തവ വേദന, അടിവയർ വേദന, നടുവേദന, അതുപോലെ തന്നെ കാലിലേക്ക് ഇറങ്ങുന്ന കഴപ്പും വേദനയും, അടിവയറിൽ ഭാരം, കല്ലപ്പ്, മൂത്രം പോകാനുള്ള തടസ്സം, അടിക്കടി മൂത്രം പോകാൻ തോന്നുക, മലബന്ധം, ബന്ധപ്പെടുമ്പോഴുള്ള വേദന, ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈബ്രോയിഡ്സ് ആകാം. ഇതിൽ തന്നെ യൂട്രസിന് പുറത്തോട്ട് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിലും വളരെ വലുപ്പമേറിയ ഫൈബ്രോയിഡ്സ് ആണെങ്കിലും പ്രഷർ സിംറ്റംസ് ആണ് കൂടുതലായി കണ്ടുവരാറുള്ളത്. അതായത് മൂത്രം പോകുന്നതിനുള്ള തടസ്സം, അടിക്കടി മൂത്രം പോകാൻ തോന്നുക, മലം പോകുന്നതിനുള്ള തടസ്സം, അതായത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, കാലിലേക്ക് ഇറങ്ങുന്ന, നടുവിൽ നിന്നും കാലിലോട്ട് ഇറങ്ങുന്ന കഴപ്പും വേദനയും കാണപ്പെടുക എന്നിവയാണ് ഉണ്ടാകാറുള്ളത്. അതേസമയം യൂട്രസിനകത്തോട്ടാണ് ഫൈബ്രോയിഡ്സ് വളരുന്നത് എന്നുണ്ടെങ്കിൽ ബ്ലീഡിംഗ് ആയിരിക്കും കൂടുതലായി കണ്ടുവരാറുള്ളത്. ഇൻട്രാമ്യൂറൽ വെറൈറ്റി ഓഫ് ഫൈബ്രോയിഡ്സ് ആണ് ഉള്ളതെങ്കിൽ, അതായത് യൂട്രസിന്റെ പേശീഭിത്തിയിലാണ് ഫൈബ്രോയിഡ്സ് വളരുന്നത് എന്നുണ്ടെങ്കിൽ അസഹ്യമായ ആർത്തവ വേദനയും അതോടൊപ്പം തന്നെ ബന്ധപ്പെടുമ്പോഴുള്ള വേദനയുമായിരിക്കും കൂടുതലായി കണ്ടുവരാറുള്ളത്. ഇത്തരത്തിൽ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. താങ്ക് യു.